Hello, magic morning. Hello, magic morning. Magic morning. Okay, okay. അപ്പോൾ എനിവേ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടന്നാലോ? എല്ലാവരും ഓക്കെ അല്ലേ? Yes. Magic morning. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കുന്നത് നമ്മുടെ NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രവീണ മാം ആണ്. പ്രവീണ മാമിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് ഗ്രാൻഡ് മക്കോർ എന്നാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. Good morning. ഓക്കെ, Thank you so much. Good morning, ma'am. Good morning. Good morning. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. വീണ്ടും എന്നും പറയുന്നത് പോലെ വീഡിയോ ഓൺ ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും നമുക്ക് എന്തുപോലെ ചിന്തിക്കാൻ പറ്റുന്നതെന്ന് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പരസ്പരം കണ്ട് സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വെച്ച് മീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് പെട്ടെന്ന് പരസ്പരം റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. പിന്നെ അതൊരു സന്തോഷമല്ലേ കുറച്ച് സമയം കണ്ട് ഇരുന്ന് സംസാരിക്കാൻ കഴിയാന്ന് പറഞ്ഞു. അത് നമ്മൾ നല്ല കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് വരാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ. ഓക്കെ. അപ്പൊ അതിനു മുന്നേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഫാമിലിയിലെ ഒരു അച്ഛനെയും അമ്മയെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറയാം. ഓക്കെ. അപ്പൊ ഒരു കോവിഡ് കാലത്തിന് തൊട്ട് മുന്നാണ് അച്ഛന് ചെറിയൊരു പ്രഷറിന്റെ ഒരു വേരിയേഷൻ വന്നിട്ട് ഒരു ചെറിയൊരു പരാലിസിസ് പോയിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിട്ട് പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു അച്ഛന് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ ഒരാളുടെ സഹായം വേണം, അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്ക് വേണം. അപ്പൊ അങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട് അങ്ങനെ ജീവിതം കുറെ കാലം മുന്നോട്ട് പോയി. ഏകദേശം ഒരു 5 വർഷത്തോളം കോവിഡ് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞു. അപ്പൊ ഒരു 5 വർഷത്തിന് ഇപ്പുറം അദ്ദേഹം ഇപ്പോ ഏകദേശം ഇപ്പൊ നടക്കാനൊന്നും തീരെ വയ്യാതെ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ട് ആരെങ്കിലും ഒരു ഹെൽപ്പോട് കൂടിയിട്ടൊക്കെയാണ് ഇപ്പോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഭക്ഷണമൊക്കെ കഴിക്കും, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും എഴുന്നേറ്റ് നടക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ എപ്പോഴും ബിസിയാണ്. എന്തെങ്കിലുമൊക്കെ അവരൊരു ഇൻഷുറൻസ് മേഖലയിലായിരുന്നു സ്വന്തമായിട്ട് ആൾക്കാരെ കണ്ടെത്തുക. ഒരു LIC ഒരു ഏജന്റ് പോലെ, ഒരു LICയിലല്ല വേറൊരു ഏജന്റ് പോലെ ഇതേപോലെ ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എപ്പോഴും അവർ ബിസിയാണ് എപ്പോഴും. അവർ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ നെറ്റ്വർക്കിങ്ങിലൊക്കെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ബിസി ലൈഫ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു 5 വർഷം ഇപ്പൊ കഴിഞ്ഞു. ഇപ്പം അവർക്കും അത്യാവശ്യം 70 അടുത്ത് പ്രായമായി. അപ്പൊ ആ അമ്മച്ചിക്കും ഒരു 70 അടുത്ത് പ്രായമായപ്പോ അവരിപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. ഇപ്പൊ ചെയ്യുന്നത് നമ്മുടെ ട്രേഡിംഗ് ആണ്. ട്രേഡിങ്ങിനെ കുറിച്ച് 70 വയസ്സിന്റെ അടുത്തെത്തിയ അവര് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ചെടുത്ത് ഇപ്പൊ കൊച്ചു കൊച്ചു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭത്തെ എപ്പോഴും പുള്ളിക്കാരി ബിസിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ, കാരണം അപ്പൂപ്പന് കുറച്ച് പ്രായമായപ്പോ അവിടെ വീട്ടിൽ ആരെങ്കിലും വേണം. അപ്പൊ മക്കളൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും വേണ്ടത് കൊണ്ട് ഈ അമ്മ പുറത്തൊന്നും പോകുന്നില്ല. മുന്നൊക്കെ എല്ലാവരുടെ ഇടയിലും കൂട്ടി ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തവര് ഇപ്പൊ വീട്ടിലൊരു ആവശ്യാർത്ഥമായതുകൊണ്ട് ഇപ്പൊ വീട്ടിലിരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുതിയ നെറ്റ്വർക്ക്, പുതിയ ഫുഡ് സപ്ലിമെന്റ്സ് ഇതിനെ കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് അവിടെ കിട്ടുന്ന സമയം പുറത്തേക്ക് പോകാൻ പറ്റുന്ന അവസരമൊക്കെ നോക്കി അവർ ബിസി ഷെഡ്യൂളായിട്ട് പോകും. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം വെച്ച് നോക്കുമ്പോ ഒരാള് ചെറിയൊരു വ്യത്യാസം, ഒരു 5 6 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഒരാൾ അപ്പൂപ്പൻ വളരെ ക്ഷീണിതനായിട്ട് മാറിയ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഈ അമ്മൂമ്മയാണെങ്കിലോ വളരെ ആക്റ്റീവായിട്ട് ഇന്ന് ശാരീരികമായിട്ടുള്ള ആ ഒരു പ്രായത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അവരെപ്പോഴും ബിസിയാണ്. പുതിയ പുതിയ നെറ്റ്വർക്കിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടും ഒക്കെ അവരവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ആരോഗ്യവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിലേക്ക് എന്താണ് നമ്മുടെ ടോപ്പിക് വരുന്നത് നോക്കാം. ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഒരാൾക്ക് ഈ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാലത്തിന്റെ സമയത്താണ് ഇത് കൂടുതൽ പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത്. പിന്നെ ആദ്യം പത്രം വായിക്കുകയായിരുന്നു. പിന്നെ പൊതുവെ TV കാണാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് അതിൽ വലിയ താല്പര്യമില്ല. പിന്നെ പത്രം വായന നിർത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തി പിന്നെ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. രാവിലെ ഭക്ഷണം കഴിക്കുന്നു, കുടിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല, പിന്നെ അങ്ങനെ ഇരിക്കുന്നു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ രണ്ടാമത്തെ അമ്മച്ചിയുടെ കാര്യം നോക്കുക, അവരെപ്പോഴും ബിസിയാണ്. ആ ബിസി ആയതുകൊണ്ട് തന്നെ
അവരുടെ ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാകത്തിൽ ആരോഗ്യത്തിനായിട്ട് മുന്നോട്ട് പോകുന്നു. ദിസ് ഈസ് അവർ ടോപ്പിക്, ദാറ്റ് ഗ്രാൻഡ് മാ കോർ. അതായത് ഗ്രാൻഡ് മാ കോർ എന്ന് പറയുന്നത് ഇപ്പൊ ചെറുതായിട്ട് സമൂഹത്തില് യുവതലമുറയുടെ ഇടയിൽ, നമ്മുടെ ഇവിടെയല്ല, ഇന്ത്യയിലല്ല, കുറച്ച് പുറത്താണ് ഇതൊക്കെ ചെറുതായിട്ട് മാറ്റങ്ങൾ വന്ന് ഉൾക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലേക്ക്, യുവതലമുറയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് പരമ്പരാഗതമായ ഒരു മുത്തശ്ശി ജീവിത ശൈലിയുടെ സുഖകരമായിട്ടുള്ളതും ഗൃഹാതുരത്വം ഉണർത്തുന്നതുമായിട്ടുള്ള ഒരു സൗന്ദര്യ ശാസ്ത്ര പ്രവണത എന്നാണ് ഈ എന്ത് പറയുന്നത്, ഈ ഒരു ഗ്രാൻഡ് മാ കോറിനെ കുറിച്ച് പറയുന്നത്. അതായത് പരമ്പരാഗതമായ മുത്തശ്ശിമാർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ മുത്തശ്ശിമാരെന്നെ അപ്പുറം പരമ്പരാഗതമായ മുത്തശ്ശിമാർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ ഒരു കുറച്ചൊരു ആ ഒരു നമ്മുടെ കോവിഡ് കാലത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ജനറേഷനിലെ മുത്തശ്ശിമാരൊക്കെ കൂടുതൽ സമയം ടി വിയിലും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അതിലേക്ക് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു തലമുറയിൽ ഒരു ഭാഗമുണ്ട്. പക്ഷെ അതല്ലാതെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് അവരുടെ സന്തോഷത്തിന്റെ കുറച്ച് സമയം കണ്ടെത്തി ഈ ഒരു ഏജ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് ഫുൾ ടൈം ബിസി ആയിരിക്കുന്ന ഒരു തലമുറ, ഒരു വിഭാഗം വേറെയുണ്ട്. അതായത് നമ്മളൊക്കെ പലപ്പോഴും പലരും ജോലിക്കാരാണ്. ഈ ജോലി സമയത്ത് നമ്മളൊക്കെ ഫുൾ ടൈം ബിസിയാണ്, ജോലിയുടെ സമയത്ത് ബിസിയാണ്. പക്ഷെ ഈ ജോലിയെല്ലാം ഒരു കാലത്ത് നമുക്ക് നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു പക്ഷെ റിട്ടയർമെന്റ് കാലം, അല്ലെങ്കിൽ അതിനും അപ്പുറം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിൽ നിന്ന് മാറി വരുന്ന ഒരു അവസ്ഥ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു അമേരിക്കൻ കൾച്ചറിലൊക്കെ ഇതിപ്പോ വളർന്നു വരുന്നുണ്ട്. ഇത് അവരുടെ ഇടയിൽ ഈ ഒരു പ്രായമാകുന്നവരുടെ ഒരു സ്റ്റഡി നടത്തിയതിനു ശേഷം അവരുടെ ഇടയിലുള്ള യുവതലമുറയ്ക്ക് ഇതൊരു എഡ്യൂക്കേഷൻ പോലെ കൊടുത്തു തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിലും എന്തായി, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. അതായത് ഒരു ഹോബി ജീവിതകാലം മുഴുവൻ നമുക്ക് ഓടി നടന്ന് നമ്മുടെ ജോലി ചെയ്യാൻ സാധിക്കില്ല. അത് വീട്ടിലായാലും നമ്മുടെ കരിയറിന്റെ കാര്യത്തിലായാലും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിന്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് നമുക്ക് വീട്ടിലിരിക്കേണ്ട, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തും. അവിടെ ഒന്നും ചെയ്യാൻ നമുക്കില്ലാത്ത ചിലവർ ബ്ലാങ്ക് ആണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ മുത്തശ്ശൻ ബ്ലാങ്ക് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി അദ്ദേഹം ചിന്തിക്കുന്നത് മരണം വരെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ്. മറിച്ച് ഒരു 5 വയസ്സ് വ്യത്യാസമുള്ള മുത്തശ്ശി എന്താ ചെയ്യുന്നത്? ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ പഠിച്ച് അതിനെക്കുറിച്ച് ഇപ്പൊ ആദ്യമൊക്കെ പുറത്തു പോയി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇൻഷുറൻസ് മേഖലയിൽ ചെയ്തു. ഇപ്പൊ അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റും. അവിടെ ഇരുന്ന് കുറെ കാര്യങ്ങൾ, ഒരു പുതിയ കാര്യങ്ങൾ പഠിച്ച് അവർ പഠിച്ച കാര്യങ്ങളും സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുത്ത് ഫുഡ് സപ്ലിമെന്റ് ഒക്കെ കൊടുത്ത് അപ്പൊ അവരടുത്ത് വന്ന് വാങ്ങും. കാരണം അവർ കളക്ട് ചെയ്യുന്നു, അവരടുത്ത് വന്നിട്ട് അവരെ കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിപ്പോവും. അവർ വീട്ടിലിരുന്ന് ട്രേഡിങ് ചെയ്യും, കുഞ്ഞു കുഞ്ഞു സമ്പാദ്യം. അപ്പൊ ഇടയ്ക്ക് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് എനിക്ക് 25 രൂപ കിട്ടി. ദിവസം 25 രൂപ എന്ന് പറഞ്ഞാൽ 10 ദിവസം കൊണ്ട് 250 രൂപയായി. 250 രൂപ അവരെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. അവർ വീട്ടിലിരുന്നിട്ടാണ് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ചെയ്യുന്നത്. അപ്പോ അവര് ബിസിയാണ്. അപ്പൊ ഇത്തിരി പ്രായമായാലും ശാരീരികമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യം നമുക്ക് സംജാതമാക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. മറ്റേ മുത്തശ്ശന്റെ കാര്യം എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നലാണ്. ഒരു പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങൾ നമുക്ക് മാറ്റി നിർത്തിയാൽ, ഈ മൊബൈലോ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ശൈലി, ഈ ബിസി ഷെഡ്യൂൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് നമുക്ക് കുറച്ച് നമ്മുടേതായ സമയത്ത് എന്തെങ്കിലും ഒരു ഹോബികൾ പഠിച്ചെടുക്കണം എന്നാണ് ഈ ഗ്രാൻഡ് മാ കോർ എന്ന സൗന്ദര്യ ശാസ്ത്ര പ്രവണത പറയുന്നത്. എന്തെങ്കിലും ഒരു ഹോബീസ് നമുക്ക് പഠിച്ചു വെക്കുക. നമ്മുടെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പല അപ്പൂപ്പന്മാർ ഒരു വൃദ്ധസദനത്തിൽ ഈയിടെയായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ചില മുത്തശ്ശിമാർക്ക് അല്ലെങ്കിൽ ചില പ്രായമായ വ്യക്തികൾക്ക് ഒന്നും ചെയ്യാനില്ല. അവർക്കൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരൊക്കെ ഒരു പക്ഷെ വലിയ ഉന്നത സ്ഥാനങ്ങൾ വർക്ക് ചെയ്ത വ്യക്തികളാണ്. പക്ഷെ ഒരു റിട്ടയർമെന്റ് കാലം ചെയ്തപ്പോൾ പെട്ടെന്ന് അങ്ങ് ബ്ലാങ്ക് ആവണം. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ഒരു പക്ഷെ ഇന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കണം. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ശാസ്ത്രമാണ് ഈ ഗ്രാൻഡ് മാ കോർ. ഇപ്പൊ ചെയ്യുന്ന ജോലി തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് മാറ്റി വെക്കാം. അത് ഏതെങ്കിലും ഒരു പെയിന്റിംഗ് ആവാം, ഒരു നിറ്റിങ്, നമ്മുടെ കൈകൊണ്ട് തുന്നുന്ന ഒരു ഇതൊക്കെ വൂളൻ ക്ലോത്തിന്റെ ഒക്കെ അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ട്, ആ നിറ്റിങ് എന്ന് പറയുന്നത്, അത് ചെയ്യാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും
എന്തെങ്കിലും ഒരു ഹോബി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കണ്ടെത്തി ഇപ്പൊ ചെയ്യുന്ന ജോലി തിരക്കുകൾക്കിടയിൽ അതിന് കുറച്ച് സമയം കണ്ടെത്തി അതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയും. അത് നമ്മൾ ഇപ്പോഴത്തെ ജോലി തിരക്കുകൾക്കിടയിൽ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകളിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആവും. ഇപ്പൊ മീഡിയ എപ്പോഴും മൊബൈൽ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കണ്ണിന് പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒക്കെ ബ്ലാങ്ക് ആവുന്നതിന് പകരം നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റുന്ന കുറച്ച് സമയം റിലാക്സ് ആകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഹോബി, അതൊരു പക്ഷെ ഒരു പൂന്തോട്ട പരിപാലനമാകാം. ആ പൂന്തോട്ട പരിപാലനം തന്നെ വെറും ഒരു പൂന്തോട്ട പരിപാലനമാക്കാതെ അതിൽ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവന്ന് അതിലൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഭാവിയിൽ നമുക്കും മറ്റുള്ളവർക്കും നമ്മൾ എപ്പോഴും ബിസി ആവുന്ന രീതിയിൽ ചെയ്തു നമ്മുടെ വീട്ടുകാർക്കും അത് വലിയ സന്തോഷമാവും. അപ്പൊ ഇപ്പൊ ഉള്ള ഒരു സ്പേസിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഹോബീസ് കണ്ടെത്തി അതിൽ കൂടുതൽ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു അതിന്റെ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി എപ്പോഴും ബിസി ആയിട്ടിരിക്കാൻ നമുക്ക് നമ്മുടെ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഗ്രാൻഡ് മാർക്കൂർ എന്ന ഈ സൗന്ദര്യ ശാസ്ത്ര പ്രവണതയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഇപ്പൊ പുറമേയുള്ള കൺട്രികളിലുള്ള പഠനത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അവിടെയുള്ള ന്യൂജൻ ആൾക്കാർ കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ഒരു ഫ്ലാറ്റുകളിലാണെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് കുറച്ച് സമയം കണ്ടെത്തി ഈ ഒരു മൊബൈലിൽ നിന്നും മറ്റു സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് അകന്നിരുന്ന കുറച്ച് സമയം അതിലേക്ക് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷെ ഇത് ഈ ഒരു ഗ്രാൻഡ് മാർക്കൂറിനെ കുറിച്ച് പഠിച്ചപ്പോൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച കാര്യമാണ്. ശരിയാണ്, ഇപ്പൊ ജോലി തിരക്കുകൾക്കിടയിൽ ഒരു പക്ഷെ ഞാനൊരു സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് സമയം വായിക്കാനും ഈ ബാങ്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെനിക്ക് ഇഷ്ടമുള്ള മേഖലയാണ്, എന്നും അത് ഉപയോഗിക്കാൻ കഴിയുകയാണ്, എന്നും സംസാരിക്കാൻ കഴിയുന്നതിനും അപ്പുറം മറ്റെന്തെങ്കിലും ഒരു ഹോബിയും കൂടി കണ്ടെത്തുമ്പോൾ നമുക്ക് വരുന്ന ഇനി ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എപ്പോഴും ബ്രെയിൻ ആക്റ്റീവ് ആയിട്ട് നിർത്തി നമ്മുടെ സമയം ഇനി വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന് ചോദിക്കുന്നതിന് പകരം എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു ഹോബിയിലേക്ക് മാറുക. ഒരു പക്ഷേ ഈ മുത്തശ്ശിയെയും കണ്ടപ്പോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കിത് ഒരുപാട് വേർത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം മുത്തശ്ശന് ഈ ഒരു ആരോഗ്യ പ്രശ്നം വന്നതോടുകൂടി വേറെ ഒന്നും അദ്ദേഹം കണ്ടെത്തിയിരുന്നില്ല, എന്ത് ചെയ്യും എന്നുള്ളത് പോലും അറിയും. അപ്പൊ ഒന്നും ചെയ്യാനില്ല, രാവിലെ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഇരിപ്പാണ്. ആ ഇരിപ്പ് അങ്ങനെ തുടർന്ന് എന്നും ഒന്നും ചിന്തിക്കാനില്ല. പക്ഷെ ബുദ്ധിക്ക് യാതൊരു ഇതുമില്ല. അപ്പൊ അദ്ദേഹം ഒരു മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയാണ് ജീവിതം കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ മരണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അത് വരുമ്പോ വരട്ടെ. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലവരൊക്കെ പെട്ടെന്ന് ഒരു ദിവസം അവരുടെ ഒരു ഹോബി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ നടക്കാൻ പോകുന്ന സമയത്തൊക്കെ അവർക്ക് എപ്പോഴും ബ്രെയിൻ ആക്റ്റീവ് ആണ്. അപ്പൊ അവരുടെ സമയം വരുന്നത് വരെ ആക്റ്റീവായിട്ട് നമ്മുടെ ബോഡിയെ കൊണ്ടുപോവുക. നമ്മളുള്ളിടത്തോളം കാലം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യാൻ ഒരു പവർ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഈ ഒരു ഹോബീസ് നമ്മൾ എപ്പോഴും ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ബ്രെയിൻ നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കും എന്ന് പറയുന്നു. എന്ത് തന്നെയായാലും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു ഹോബി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹോബി കണ്ടെത്തിയിട്ട് നമ്മൾ വരും കാലഘട്ടത്തിലേക്ക് ഇപ്പോഴും ബിസി ആയിട്ടിരിക്കാനുള്ള ഒരു സമയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടത്. ഇനി ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ഒരു പക്ഷെ 70-75 വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോഴാണ് എന്ത് ചിന്തകൾ വരുന്നത്? എന്നെ മകൻ നോക്കിയില്ല, എന്നെ മകള് നോക്കിയില്ല എന്ന് പറഞ്ഞ പിന്നെ പരിഭവങ്ങളിലേക്ക് പോകുന്നത് ഇതാണ്. പിന്നെ അമ്മമാരാണെങ്കിൽ ഫുൾ ടൈം അടുക്കളയിലാണ്. ഈ അടുക്കള പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അപ്പോഴും പിന്നെ അവർക്ക് ഒന്നുമില്ല. അപ്പൊ പിന്നെ വിചാരിക്കും അപ്പൊ പേരക്കുട്ടികളൊക്കെ കുറച്ച് വലുതായി, ഇപ്പൊ പേരക്കുട്ടികൾക്ക് എന്നെ വേണ്ട, എന്റെ മക്കൾക്ക് എന്നെ വേണ്ട എന്ന തരത്തിലൊരു ചിന്ത പോകുന്നതിലേക്ക് അപ്പുറം നമുക്ക് എന്തെങ്കിലും എപ്പോഴും ചെയ്തോണ്ട് അവര് പോട്ടെ വരട്ടെ, നമ്മൾ സ്നേഹിക്കട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ, പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് കണ്ടെത്തി എപ്പോഴും ബിസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഹോബി കണ്ടെത്തുക. അതുമായിട്ട് അതിനെ പിന്തുടർന്നു കൊണ്ട് പോവുക. അതെപ്പോഴും ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാനും നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെന്ന് ബ്രെയിനിനെ റിസീവ് ചെയ്യാനും പറ്റുമ്പോൾ നമ്മുടെ ബ്രെയിൻസും എല്ലാ ബോഡി എപ്പോഴും ആക്ടിവേറ്റ് ചെയ്തിരിക്കും. ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മെ ധൈര്യപൂർവ്വം കൊണ്ടുവരാൻ സഹായിക്കും. നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല, പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് നമ്മളൊന്ന് അവെയർ ആയിട്ടിരിക്കുമ്പോൾ നാളെ നമ്മെ എന്ത് സംഭവിച്ചാലും നമ്മൾ ഒരു പക്ഷെ കരുത്തായിട്ട് കൊണ്ടുപോകാൻ ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും. ഇന്ന് ഗ്രാൻഡ് മാർക്കൂർ എന്ന ഈ ഒരു സൗന്ദര്യ ശാസ്ത്ര പ്രവണത നമ്മളെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഹോബി കണ്ടെത്താം. ഒരു കാലഘട്ടത്തിനും അപ്പുറം നമുക്ക് മുന്നോട്ട് പോകാൻ
നമ്മെ മറ്റ് ചിന്തകളിൽ നിന്ന്, പരാതികളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി കുറച്ച് സമയം ഇന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ നാളെ നമ്മെ പിടിച്ചുകൊണ്ടു പോകാൻ, നമ്മളെ നടത്താൻ അത് ഒരുപാട് സഹായിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരമ്പരാഗതമായ ഒരു മുത്തശ്ശി ശൈലി ഇന്ന് മുതൽ കണ്ടെത്തി ജീവിത ശൈലിയുടെ ഒരു ഭാഗമാക്കുകയും സുഖകരമായിട്ടും ഗൃഹാതുരത്വം ഉണർത്തുന്ന ആ വീടിന്റെ അതിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോബി കണ്ടെത്തി നമ്മെ ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഹോബി കണ്ടെത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് തന്നെ പ്രിപ്പയർ ആയിട്ട് മുന്നോട്ട് പോകാം എന്നുകൂടി ഈ ഒരു ശാസ്ത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ യുവതലമുറയ്ക്ക് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാം. എവിടെ പകർന്നു കൊടുക്കും? നമ്മുടെ വീട്ടിൽ പകർന്നു കൊടുത്താൽ മതി. അവിടെ അവർക്ക് എന്തെങ്കിലും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കണ്ടെത്തി അവരത് പ്രൊമോട്ട് ചെയ്യുക. ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിനൊപ്പം നമ്മുടെ ആ ഒരു കാര്യം കൂടി ചിന്തിച്ച് നമ്മുടെ ഒരു കാലഘട്ടത്തിനും അപ്പുറം നമ്മൾ എങ്ങനെ ഗൈഡ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും അത്തരം ഒരു ഹോബി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതിനും അപ്പുറം അതിനെ വളർത്താൻ എന്തൊക്കെ പറ്റും എന്നുകൂടി ചിന്തിച്ച് അതിന്റെ അടുത്ത അപ്ഗ്രേഡേഷൻ എന്തെന്ന് ആലോചിച്ച് അതിന്റെ പിന്നാലെ കുറച്ച് സമയം യാത്ര ചെയ്യാനുള്ള സമയം എല്ലാവർക്കും കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഓക്കെ പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, നല്ലൊരു സെഷൻ ആയിരുന്നു. എനിവേ ടീം മെമ്പേഴ്സ്, എന്താണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്? നിങ്ങൾക്ക് Thank you so എന്തെങ്കിലും much. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ സംസാരിക്കാം. അപ്പോൾ ആരാണ് സംസാരിക്കുന്നത്? പ്രവീണ മാം, നല്ല ഒരു ക്ലാസ് ആയിരുന്നു. കാരണം ഞാൻ ഇന്നാൾ ഇതിനെക്കുറിച്ച് ഒരാള് പറഞ്ഞത് കേട്ടിരുന്നു വേറെ ഒരു വാട്സപ്പ് ഗ്രൂപ്പില്. അപ്പൊ ആ മാം റിട്ടയർഡ് ആവാൻ, ടീച്ചിങ് നിന്നാണ് റിട്ടയർഡ് ആവുന്നത്. അപ്പോൾ അവർക്ക് മുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ജേർണലിസം പഠിക്കാനൊക്കെ. അപ്പൊ അതില് ജോയിൻ ചെയ്തിരുന്നു കോഴ്സിൽ. അപ്പൊ തന്നെ അത് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ടൈമിലൊക്കെ പറ്റുമോ നമുക്ക്? കാരണം റിട്ടയർമെന്റ് ആകുമ്പോൾ കൂടുതൽ പേരും കണ്ടിട്ടിരിക്കുന്നത് എന്താണ്, സ്വസ്ഥ ജീവിതം എന്നുള്ള ആ ഒരു മൈൻഡ് തോട്ടിന്ന് അവര് പറഞ്ഞപ്പോ പക്ഷെ അതാ കേട്ടുപോയി. പക്ഷെ ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ് അതിന്റെ വാല്യൂ എത്രത്തോളം. ശരിക്കും നമ്മുടെ മൈൻഡിൽ കുറെ ഹോബീസ് ഉണ്ടെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തൊന്നും വെച്ചിട്ടില്ല. ശരിക്കും അത് ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പൊ മാം പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വെറുതെ ഇരിക്കുന്ന ടൈമില് എത്ര ക്ലാസ് കേട്ടാലും ചില സമയത്ത് പരിഭവവും പരാതിയും കിട്ടും. മക്കൾ ചിലപ്പോ നമ്മളെ എന്തെങ്കിലും ഒന്ന് മാറിയാൽ അപ്പൊ പിന്നെ ആ ടൈമിലെ കാര്യം ആലോചിച്ച് നോക്ക്. അവരവരെ ബാക്കി കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ അവരെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ എൻഗേജ് ആവുമ്പോഴാണ് പിന്നെ കിട്ടുന്ന സമയത്തിന് ആ വാല്യൂ. ശരിക്കും ഇങ്ങനെ ഒരു ക്ലാസ് തന്നതിന് താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അവന്റെ ക്ലാസ് എപ്പോഴും നല്ല ചെറുതാണെങ്കിലും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് ശരിക്കും നമ്മളെല്ലാവരും നോട്ട് ചെയ്ത് വെക്കേണ്ടതാ. പിന്നെ ഇനി നമ്മളിപ്പോ മാം പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ പാരന്റ്സിന് അങ്ങനെ ഒരു ഇതുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് ചെറുപ്പത്തിൽ വല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യാനുള്ളത്. അപ്പോൾ ശരിക്കും നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുലൈഹാബി. അപ്പൊ സുലൈഹാബി പറഞ്ഞ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, അപ്പൊ ഒരു ടീച്ചറെ കാര്യം പറഞ്ഞു. അപ്പൊ റിട്ടയർമെന്റിന് ശേഷമാണ് അവര് ജേർണലിസം പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഈ ഗ്രാൻഡ് മാർക്കൂർ പറയുന്നത് റിട്ടയർമെന്റിന് ശേഷം ഒരു കാര്യം ഒരാൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ എന്തായാലും പണ്ടത്തെ പോലെ പഠിക്കാനുള്ള ഒരു സ്പീഡ് ചിലപ്പോൾ നമുക്ക് കിട്ടിക്കോളുന്നില്ല. അപ്പൊ എന്തെന്ന് വെച്ചാൽ നമ്മൾ മാനസികമായിട്ട് ഒരു ടെൻഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് പകരം നാളെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ഇന്ന് ആലോചിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ജേർണലിസം ഇപ്പൊ ആണെങ്കിൽ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളുടെ സൗകര്യാർത്ഥം പഠിക്കാനുള്ള, ഇപ്പൊ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പൊ ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോം, സൂം ഒക്കെ വന്നതിന് ശേഷം അപ്പൊ അത്തരം ഒരു നമ്മൾ ഹോബി കണ്ടത് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു അങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോൾ അതിന് വളരെ സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അതിനോട് ഒരുപാട് റിലേഷൻഷിപ്പ് കിട്ടും. അപ്പൊ അതൊരു ഗ്രൂപ്പായിട്ട് തിരിയും. അപ്പൊ അതിനെ നമുക്ക് പിന്നെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ മതി. പക്ഷെ റിട്ടയർമെന്റ് കാലം കഴിയുമ്പോൾ നമ്മളത് പഠിച്ചു തുടങ്ങി പിന്നെ ഒരു കണക്ഷൻ ഉണ്ടാക്കി നമ്മളത് യൂസ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഒരു പക്ഷെ ഇത് യൂസ് ചെയ്ത് വരുന്ന അത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതിന് ഒരു റിട്ടയർമെന്റ് കാലം എന്നതിനും അപ്പുറം എനിക്ക് കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുക. ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമായാലും മതി. ഇഷ്ടംപോലെ പുസ്തകം നമുക്ക് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് വായിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് ഇന്ന് ജസ്റ്റ് ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി വെക്കാം എന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടപ്പോ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോ
എനിക്ക് പറഞ്ഞാൽ ഒരുപാട് എന്നെ കൂടി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി എന്റെ മുന്നിൽ ഞാൻ കണ്ടതുമാണ്. ഈ ഒരു അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കഥ. അമ്മൂമ്മ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ആദ്യം മുതൽ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. പക്ഷെ അപ്പൂപ്പൻ കണ്ട ആ ജോലിയുടെ കാലഘട്ടം ഒരു അസുഖം വന്നപ്പോ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ മരണത്തെ മാത്രം ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ മരണം എപ്പോ വരും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഫൈൻ ടുഡേ ഇറ്റ്സെൽഫ്. ഇന്ന് എനിക്ക് അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാനും അത് യൂസ് ചെയ്യാനും അതിന്റെ കൂടെ ഒരു അതിലൂടെ ഒരു കമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്കതൊരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളെ ഒരു വലിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് കൂടി ഗ്രാൻഡ് മക്കൂർ പറയുന്നു. സുലേഖ പോയി പറഞ്ഞ മറ്റൊരു കാര്യം, എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്, അവർക്കും കൂടി ഇത് ഹെൽപ്പ് ആവുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണ്. അവരെയും ഹെൽപ്പ് ചെയ്യുക, ഒപ്പം നമ്മെ ആദ്യം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് സുലേഖ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. ദെൻ നെക്സ്റ്റ്. ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ സർ, പറഞ്ഞോളൂ. താങ്ക് യു പ്രവീൺ മാം. ആസ് യൂഷ്വൽ പ്രവീൺ മാമിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വളരെ വളരെ ഒരു പ്രചോദനം ഉണ്ടാവുന്ന ക്ലാസ്സുകളാണ്. ഇന്നത്തെ ക്ലാസ് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം ഇത് എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഐ എം എ റിട്ടയർഡ് മാൻ. ഞാൻ റിട്ടയർമെന്റിന് മുമ്പ് ഞാൻ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഓഫീസിൽ എനിക്ക് ജോലി പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സോഷ്യൽ ആക്ടിവിറ്റീസിനായിരുന്നു. ഞാൻ ജംഷഡ്പൂരായിരുന്നു. അപ്പോൾ അവിടെ കേരള സമാജമൊക്കെ അതിനൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ആളായിരുന്നു. ഉള്ള കാര്യമായിട്ട് കുറേ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് സെറ്റിലായി. അവിടെ ഒരു പരിചയക്കാരും ഇല്ല. അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് പരിചയക്കാർ ആയി വരുമ്പോഴേക്കും ഞാൻ ഇവിടെ ബാംഗ്ലൂർ മക്കളുടെ അടുത്തേക്ക് വന്നു. ബാംഗ്ലൂരിന്റെ സ്ഥിതി, ഞാൻ കാലത്ത് നടക്കാൻ പോകും. നടക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ പേപ്പർ എടുത്ത് വായിക്കും. പിന്നെ എന്തെങ്കിലും ബുക്ക് എടുത്ത് വായിച്ചാൽ വായിച്ചു, 2-3 പേജ് അല്ലെങ്കിൽ 10 പേജ് വായിച്ചാൽ കിടന്ന് ഉറങ്ങി. ഒരു ആക്ടിവിറ്റിയും ഇല്ല. ചില കംപ്ലീറ്റ്ലി ഡൾ ലൈഫാണ്. അതേ സമയത്ത് എൻ്റെ വൈഫാണെങ്കിൽ ഈ പറഞ്ഞ അപ്പൂപ്പനും അമ്മൂമ്മയുടെ കഥ ഞാൻ പറയണം. അപ്പൂപ്പൻ ഞാനും, അമ്മൂമ്മ എനിക്ക് വൈഫും. അപ്പൂപ്പൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഭാഗ്യത്തിന് അത്ര അസുഖമൊന്നുമില്ല, അങ്ങനെ നടക്കാനൊക്കെ പറ്റുമൊക്കെ ചെയ്യും. പക്ഷെ വൈഫ് എപ്പോഴും ബിസിയാണ്. അടുക്കളയിൽ ബിസി, കുട്ടികളെ നോക്കാൻ ബിസി, ചില പേരക്കുട്ടികളെ നോക്കണ ബിസി. ഷീ ഈസ് കംപ്ലീറ്റ്ലി ബിസി. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്ര ആക്റ്റീവായിരുന്ന ഞാൻ വീട്ടിലെ മിണ്ടായിട്ടിരിക്കില്ല. ആ റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങില്ല. ഈ വെക്കേഷൻ സമയത്തോടെ കുട്ടികൾ ഉള്ളത് കാരണം അവർക്ക് TV കാണണം, അത് കാണാൻ പറ്റില്ല. ഈ IPL ക്രിക്കറ്റ് മാച്ചൊക്കെ വരുമ്പോൾ വളരെ വിഷമിച്ച് അവർക്ക് റിക്വസ്റ്റ് കൊടുത്ത് 8:30 ആകുമ്പോഴാണ് നമുക്കൊന്ന് കിട്ടണം മാച്ച് കാണാനായിട്ട്. പക്ഷെ അതുപോലും പറ്റുന്നില്ല. ചില സ്വന്തമായിട്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്കും ആഗ്രഹമുണ്ട് പല കാര്യങ്ങളും ചെയ്യണമെന്നാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രൊഫഷണേഷൻ ആയിരിക്കണം. ബുക്ക് വായിച്ചിട്ട് ഇവിടെ നമ്മുടെ നൗഫൽ സാറൊക്കെ ബുക്ക് വായിച്ചിട്ട് അതിന്റെ റിവ്യൂ ഒക്കെ പറയാറുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ പറയണമെന്നൊക്കെ. ഞാൻ ബുക്ക് ഇപ്പോൾ വായിക്കുന്നുമുണ്ട്. പക്ഷെ അതിന് മെനക്കെടാൻ പറ്റുന്നില്ല. ആഗ്രഹങ്ങൾ പലതുമുണ്ട്, ചെയ്യുന്നില്ല എന്ന് മാത്രം. വെറുതെ ഇരിക്കുക വെച്ചാൽ വെറുതെ ഇരിക്കണം. ചതിന് പിടിച്ച പോണ ഒരു ജീവിതമായിപ്പോയി. താങ്ക് യു. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. താങ്ക് യു മാം. ഗ്രേറ്റ് ഷെയറിംഗ്. താങ്ക് യു സോ മച്ച് വിൻസെന്റ് സർ. താങ്ക് യു സോ മച്ച്. അപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മയും ഇവിടെ തന്നെ എന്തെന്നാണ് വിൻസെന്റ് സാർ പറയുന്നത്. ഇപ്പൊ കണ്ടോ ഒരു കാലഘട്ടം. പക്ഷെ എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്ന് പറയാൻ, ആ അമ്മൂമ്മയോടും ബിസി തിരക്കാണെന്ന് പറയുമ്പോഴും അമ്മൂമ്മ ഈ ബിസി തിരക്കെന്നൊക്കെ മാറേണ്ടി വരും. കേൾക്കുന്നുണ്ടോ? ശൈല മാം, ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ? ഒരു മിനിറ്റ്, ഞാനതൊന്ന് കംപ്ലീറ്റ്, കാരണം നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അമ്മൂമ്മ ബിസിയാണെന്ന് പറഞ്ഞാൽ അപ്പൊ അമ്മൂമ്മയോടും വിൻസെന്റാരോട് പറയാനൊക്കെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, അമ്മൂമ്മയോടും പറയണം ആ ബിസി തിരക്കുകളിൽ നിന്നൊക്കെ മാറേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും. കാരണം മക്കൾ പേരക്കുട്ടികൾ വലുതാവും. അപ്പൊ മക്കള് വലുതായപ്പോൾ അവരും പറന്നു പോകും. ഇത് കഴിഞ്ഞ് പിന്നീട് അവർ വീണ്ടും വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കഴിയേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നലിലേക്ക് വരും. ഇപ്പൊ കണ്ട് വേണ്ടത് എനിക്ക് ഒന്നിലും വേണമെങ്കിൽ വായിച്ചു, വേണമെങ്കിൽ വായിക്കണ്ട എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ മെന്റലി ഡൗൺ ആയി തുടങ്ങും. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ആർക്കും എന്നെ കൊണ്ട് പ്രയോജനമില്ല എന്നൊക്കെ ഒരു തോന്നുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ പ്രയോജനം ചെയ്യാൻ പറ്റും, ഒരു പെയിന്റിങ്ങോ എന്തെങ്കിലും. ഇപ്പൊ പലതരം എനിക്ക് പെയിന്റ് ചെയ്യാൻ അറിയില്ല, വരയ്ക്കാനൊന്നും എനിക്ക് അത്രയൊന്നും അറിയില്ലെങ്കിൽ ഞാൻ എനിക്ക് ഇങ്ങനെ ചിത്രത്തിൽ പെയിന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ എംബാം എന്ന് പറഞ്ഞൊരു വെൽവെറ്റിന്റെ ഒരു സാധനം ഉണ്ട്, അതിന്റെ ചിത്രങ്ങൾ ഇങ്ങനെ ഇതിൽ വന്നിട്ടുണ്ടാവും. പെയിന്റ് ചെയ്ത പോലെ അല്ലാതെ ഒരു ചിത്രം. അപ്പൊ നമ്മൾ ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആ ചിത്രം വരച്ചത് ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും. എന്നിട്ട് ഞാൻ അതിൽ എന്ത് ചെയ്യിച്ചു അതിന്റെ കൂടെ പെയിന്റ് കിട്ടുമ്പോൾ അതിങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഭയങ്കര സന്തോഷമാണ്.
അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ കൈകൊണ്ടും കാലുകൊണ്ടും എന്തെങ്കിലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വൂളൻ ക്ലോത്തിന് അങ്ങനെ എന്തെങ്കിലും പഠിക്കാം. എന്തെങ്കിലും സാറ് പുതിയ കോഴ്സുകൾ ഇഷ്ടമുള്ളത് കണ്ടെത്തുക. ഇതിന് വേണ്ടി വേണ്ട, എനിക്ക് ഇഷ്ടം തരുന്ന എന്താണ്. അപ്പൊ അതൊരു ചിലപ്പോൾ നടക്കാൻ സാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് സാർ അതിന് പോകുന്നത്. അത് കഴിഞ്ഞ് പുസ്തകം വലിയ വായനയിൽ ചിലപ്പോൾ താല്പര്യം ഇല്ലാത്ത ഒരാളായിരിക്കും, ഇത്തിരി വായിക്കും മടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ എന്റെ കൈയും കാലും ഒക്കെ എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ അമ്മൂമ്മയോടും പറയണം. കാരണം ഇതെല്ലാ ബിസി ഷെഡ്യൂളിലും എല്ലാവരും നമ്മൾ പറന്നു പോകുന്ന സമയത്തും നമ്മൾ ഈ 4 ചുവരിൽ ഒതുങ്ങി കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാതെ എപ്പോഴും നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മളൊന്ന് പോവാം. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും ഇന്ന് മുതൽ ചെയ്യുമ്പോൾ അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. വാട്ട് ഇസ് നെക്സ്റ്റ്, ഇതിന്റെ മുകളിലുള്ള കാര്യം എന്ത്, പുതിയ പെയിന്റുകളെ കുറിച്ച് ചിന്തിക്കും, അല്ല അതിന്റെ ഒരു അടുത്ത തലത്തിലെ കുറിച്ച് ചിന്തിക്കും. കണ്ടോ, അപ്പൊ നമ്മൾ എപ്പോഴും ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സാറ് ഒക്കെ റിട്ടയർമെന്റ് ലൈഫിലായി, ഓക്കെ, ഞങ്ങളൊക്കെ ആ സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ വായിച്ചപ്പോ എന്നെ ചിന്തിച്ച ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇന്ന് റിട്ടയർമെന്റ് ആയവരും ഒരുപക്ഷെ ദിസ് ഇസ് ദ റൈറ്റ് ടൈം, ഇതാണ് എനിക്ക് ഇത് കേൾക്കാനുള്ള റൈറ്റ് ടൈം എന്ന് ചിന്തിച്ച്, അപ്പോഴും ഇത് കേൾക്കാനുള്ള കാരണം സംതിങ് ഈസ് വെയിറ്റിംഗ് ഫോർ യു എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പൊ വിദ്യുത് സാറ് ധൈര്യമായിട്ട് ഇരുന്നോളൂ. എന്തായാലും എന്തോ സാറ് പ്രതീക്ഷിക്കുന്നുണ്ട്, അതിലേക്ക് ചിന്തിക്കുക, അത് കണ്ടെത്തുക, അതിനെ അങ്ങ് പിന്തുടർന്ന് മുന്നോട്ട് പോവുക. സാർക്കും ബിസി ലൈഫ് ഉണ്ടാവും, ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ. അമ്മൂമ്മയോടും ഈ കാര്യം ഷെയർ ചെയ്യും. താങ്ക് യു സോ മച്ച്, ഗ്രേറ്റ് ഷെയറിംഗ്. താങ്ക് യു. ശീല മാം. ഓക്കെ ശില. ഓക്കെ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റിട്ടയർമെന്റിന് ശേഷം, റിട്ടയർമെന്റിന് ശേഷമാണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാക്സിമം നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നിടത്തോളം കാലം നാം ആക്റ്റീവായിട്ട് ഇരിക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം പെട്ടെന്ന് ഡൗൺ ആവും. ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്നിടത്ത് അടുത്തൊരു വീട്ടിലെ ഒരു ചേച്ചി പറഞ്ഞതാ, ഒരു അമ്മയുണ്ട്. ആ അമ്മ ഇങ്ങനെ രാവിലെ എണീറ്റാൽ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കസേര തന്നെ ഇരിക്കുവാണ്. ഇരുന്നിരുന്ന് അവരുടെ കാലിന് നീര് വെച്ച് ഇപ്പൊ അവർക്ക് എണീറ്റ് നടക്കാനേ വയ്യാത്ത ഒരു അവസ്ഥയിലോട്ടോ. മക്കള് തന്നെ അമ്മയോട് ഇരുന്നാ മതി എന്ന് പറയും. അമ്മയെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല. അമ്മയ്ക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ പോലും കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും അവര് ചെയ്യിക്കത്തില്ലാത്ത ഒരവസ്ഥ. അങ്ങനത്തെ മക്കളും ഉണ്ടെന്നുള്ളതാണ്. കാരണം വീഴുവോന്നൊക്കെയുള്ള ഒരു പേടിയായിരിക്കാം കേട്ടോ. എന്താണേലും അവരുടെ ആരോഗ്യം വളരെ മോശമായിട്ട് മാറുവാണ്. കാരണം കാലിൽ നീരൊക്കെ വെക്കുമ്പോഴത്തേക്കും പിന്നെ വേറെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ മാറും. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഇപ്പം ശരീരസ്ഥിതി മോശമായതുകൊണ്ട്, അല്ലെങ്കിൽ മോശമല്ല എന്നാലും നമുക്ക് ഒരു കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് വെച്ചേക്കും. അല്ലെങ്കിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം പണ്ട് റിട്ടയർമെന്റിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പം പഠിപ്പിക്കുന്നു, പിന്നെ ഇത്തിരി ഗാർഡനിങ് തുടങ്ങണം, ചെറുതായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുന്നു. ബാക്കിയുള്ള ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ വളരെ പാടാ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം പതുക്കെ അതങ്ങോട്ട് സപ്രസ് ചെയ്ത് എന്നാലും ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് മാം. പിന്നെ കൂടുതലും നമ്മുടെ നാട്ടിലുള്ള പേരൻസിനൊക്കെ ഇതിനെപ്പറ്റി അറിയത്തേ ഇല്ല. അവർക്ക് എന്തെല്ലാം കലകൾ, ഇപ്പൊ തന്നെ വല്യമ്മമാരൊക്കെ എന്തോരം നാടൻ പാട്ടും അല്ലാതെയൊക്കെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കുടുംബശ്രീയും അല്ലാത്ത കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ അമ്മമാരൊക്കെ ആക്റ്റീവ് ആകുകയും അവർ കുറെ അവരുടെ ഒളിഞ്ഞിരുന്ന കലകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഓരോ പേരൻസിനെയും നമ്മൾ മുമ്പോട്ട് കൊണ്ടുവന്നാൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് കുറച്ചുകൂടെ മെന്റലി ആക്റ്റീവായിട്ട് ഇരുന്ന് ബോറടിക്കാതെ നെഗറ്റീവ് ചിന്തകൾ വരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മാമിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ശീല മാം. തീർച്ചയായിട്ടും ഇപ്പൊ ശീല മാം പറഞ്ഞ നമ്മളെല്ലാവരും കേട്ടതാണ്. കാരണം എനിക്ക് ശാരീരികമായിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. നല്ല പ്രായത്തിൽ നമ്മൾ ഓടി നമുക്ക് ശാരീരിക പ്രയാസങ്ങൾ, അപ്പൊ നമ്മളിപ്പോ ചിന്തിക്കുന്നത് ഒരു ഏജിനെ കുറിച്ചാണ്. നല്ല പ്രായത്തിൽ ഓടി നടന്നപ്പോൾ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ വഴിക്ക് ഇവിടെ ഇപ്പൊ ഈ ഒന്നും ചെയ്യാനുള്ള സമയത്താണ് നമുക്ക് ഇത്തരം ചിന്തകളിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നേ പ്രിപ്പയർ ആയി എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ്, അപ്പൊ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും വർക്കുകൾ നമുക്ക് പഠിക്കാം. ഇപ്പൊ വൂളൻ ക്ലോത്തിന്റെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ ഒരു വൂളൻ ക്ലോത്ത് വാങ്ങാം, അപ്പൊ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും ഈ അവിടെ പെയിന്റ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പൂന്തോട്ടത്തിനെ കുറിച്ചോ അതിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കാം. പുതിയൊരു കമ്പെടുത്ത് അതിനെ ബഡ് ചെയ്യുന്ന കാര്യം ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാനും അതിലേക്ക് എന്ത് വേണം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഇതൊക്കെ ഷെയർ ചെയ്യുക, കാരണം അതൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. താങ്ക് യു സോ മച്ച് ശീല മാം. താങ്ക് യു. ഓക്കെ ശില മാം, താങ്ക് യു സോ മച്ച്. ദെൻ വേറെ ആരാണ് സംസാരിക്കുന്നത്?
ഹലോ. മാജിക് മോർണിംഗ്. ഓക്കെ, മാജിക് ബഷീർ സർ. മോർണിംഗ്. ഞാൻ ബഷീർ. റിട്ടയർമെന്റ് ശരിക്കും എൻജോയ് ചെയ്യുന്ന ആളാ. ഗ്രേറ്റ്. ഞാൻ ആദ്യം ബിസി ആകുന്ന സമയത്ത് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തിരുന്നു. ഹെൽത്തും ഫൈനാൻസാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഹെൽത്ത് ഫൈനാൻസ് ഉണ്ടായിട്ട് പോലെയല്ല, ഹെൽത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ ഹെൽത്തിലാണ് ഞാൻ മാക്സിമം കോൺസെൻട്രേറ്റ്. അതുകൊണ്ട് ഇപ്പം 70 കഴിഞ്ഞ് ഞാൻ ഇതുവരെ ഒരു ഗുളിക ഇല്ലാതെ വണ്ടി ഓടുന്നുണ്ട്. ഓ, ഗ്രേറ്റ്. അപ്പൊ നമ്മള് പിന്നെ ഹോബി നമുക്ക് വേണമെങ്കിൽ ശരിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. വീട്ടിലിരുന്നാലും എനിക്കൊരു പുസ്തകം കിട്ടിയാൽ മതി. ഓക്കെ. ഒരു പുസ്തകം കിട്ടിയാൽ പിന്നെ ഒരു 3-4 ദിവസം അതുപോലെ കിട്ടി മറിഞ്ഞ് അത് തീരും. പുസ്തകം, വായന, യാത്ര, ചാരിറ്റി വർക്ക്. അപ്പൊ ഞാൻ ഫുൾ ബിസിയാ ശരിക്കും പറഞ്ഞു. രാവിലെ ഒരു 7 o'clock ഇറങ്ങിയാൽ ഉച്ചക്ക് 2 മണി വരെ ഞാൻ ബിസിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ബിസിനസ്സൊന്നും മാറിയെങ്കിലും ടൈം ശരിക്കും നമുക്ക് പ്ലാൻ ചെയ്ത ഇതൊക്കെ മര്യാദക്ക് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ലൈഫ് കൊണ്ട് നമുക്ക് ശരിക്കും ഒരു പറഞ്ഞ പോലെ ബിമാജിക്കിലെ പറഞ്ഞ പോലെ 20 minutes നമ്മൾ ഫിസിക്കലായിട്ട് എക്സസൈസ് ചെയ്യുക, നമ്മൾ മെന്റലായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ റിട്ടയർമെന്റ് വലിയൊരു കടമ്പായിട്ട് തോന്നുന്നില്ല. താങ്ക് യു മാം. എന്തായാലും നമുക്ക് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനി റിട്ടയർ ചെയ്യാൻ പോണ ആൾക്കാർക്ക് നല്ലൊരു ചൂണ്ട് പലക. അതാണ് എനിക്കടക്കം. സുലേഖയൊക്കെ ചിരിക്കുന്ന സുലേഖയ്ക്ക് ലക്ഷദ്വീപ് റിട്ടയർ ചെയ്തിട്ട് നല്ല ഉഷാറായിട്ട് കൂട്ടണം. ഓക്കെ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബഷീർക്ക പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ ബഷീർക്ക് റിട്ടയർമെന്റ് ശേഷമല്ല അത് സ്റ്റാർട്ട് ചെയ്തത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതിന് മുന്നേ ഹെൽത്തിന് വേണ്ടിയിട്ടും എന്റെ കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ട ഫിനാൻസിന്റെ കാര്യങ്ങൾ ഞാൻ അന്ന് മുതലേ ചെയ്തുകൊണ്ട് എനിക്കൊരു പക്ഷെ ഒരു കമ്മ്യൂണിറ്റി അപ്പുറത്തുണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ബിസി ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ ബുക്ക് കിട്ടിയാൽ അത് പണ്ട് മുതലേ തുടങ്ങിയ ശീലമാണ്. ഇന്ന് തുടങ്ങിയ റിട്ടയർമെന്റ് ശേഷമല്ല. റിട്ടയർമെന്റ് ശേഷം തുടങ്ങിയ നമുക്കൊരു ഐഡിയ കിട്ടില്ല നമ്മുടെ ഏരിയ ഏതാണ്. ബുക്സുകൾ ഒരുപാടുണ്ട്. അപ്പൊ ഇന്ന് തന്നെ ചൂസ് ചെയ്യുക. ഈ ബുക്സുകളിൽ എനിക്ക് സന്തോഷം തരുന്ന ഒരു മേഖലയുണ്ട്. അത് കണ്ടെത്തി, അത് അന്ന് മുതലേ കണ്ടെത്തിയാൽ പിന്നീട് നമുക്ക് അങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു വിമുഖത കാണിക്കാനോ ഒന്നും നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് അത് കണ്ടിന്യൂ ചെയ്തു പോവാം. അപ്പൊ ഇന്ന് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറകൾ അത് കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ പ്രേരിപ്പിക്കുക. പ്രത്യേകിച്ച് ജോലിക്കാർക്കിടയിൽ ഇന്ന് ബിസി ഷെഡ്യൂളായിട്ട് ഓടി നടന്ന് പൈസ ഉണ്ടാക്കാൻ നമ്മൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച്, നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ അടക്കം എന്റെ കൂടി കാര്യമാണ് ഞാനും പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടെത്താം. നമുക്കും ഇതേപോലെ ബഷീർക്ക പറഞ്ഞതുപോലെ ഒരു ബിസിയിലായപ്പോ ഏത് കാലം നമുക്ക് ഈ ഭൂമിയിലുള്ളിടത്തോളം കാര്യം ചെയ്യാൻ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് വഴികളും ഉണ്ട്. അപ്പൊ നമുക്ക് കണ്ടെത്താം ഒരുമിച്ച് തന്നെ. രഞ്ജിത്ത് സാർ അവൈലബിൾ ആണോന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നായിരുന്നു. സാർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, ഞാനിപ്പോ ഇത് വിളിക്കാനിരിക്കായിരുന്നു. രഞ്ജിത്ത് സർ അതെ, ഇടയ്ക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് പോകുന്നുണ്ട്. അതെല്ലേ. രഞ്ജിത്ത് സർ കേൾക്കുന്നുണ്ടോ? സാർ യാത്രയിലാണെന്ന് തോന്നുന്നു. അതെ, കാറിലാണ് തോന്നുന്നു. എനിവേ, ടീം മെമ്പേഴ്സ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ളതോ നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് ഷെയർ ചെയ്യാം. മണി സർ. ഓക്കെ, നല്ല സാധാരണ പോലെ ഇന്നും നല്ലൊരു ടിപ്പാണ് കിട്ടിയത്. നല്ല ക്ലാസ്സും ഒക്കെ, നല്ല പ്രസന്റേഷനും. നമ്മളെ ഈ സായാഹ്നവേളയിൽ, ജീവിതത്തിന്റെ സായാഹ്നവേളയിൽ നമ്മൾ ഒറ്റപ്പെടലിൽ നിന്ന് മോചനം കിട്ടാനും മറ്റുള്ളവരോട് പരിഭവങ്ങൾ പറയാതെ ജീവിക്കാനും വളരെ സന്തോഷമായിട്ട് സമാധാനത്തോടെയും ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ടിപ്പാണ് ഇന്ന് കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ പരമ്പരാഗതമായിട്ടുള്ള മുത്തശ്ശിമാരെ ആ ശൈലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴേ അത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റേജിൽ വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഹോബി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ആ റേഞ്ചിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോൾ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ റിലേഷൻഷിപ്പ് ഒന്ന് ബെറ്റർ ആക്കുക എന്നുള്ള കാര്യങ്ങളും റീഡിങ്ങും
പിന്നെ മ്യൂസിക് എൻജോയ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. പിന്നെ പറ്റുന്ന രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ചുറ്റുപാടും അവിടെയുള്ള ക്ലീനിങ്ങോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെട്ട് പോവുക. അതിന് പുറമെ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഹോബി വീട്ടിലുണ്ടെങ്കിൽ അത് ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ വേറെ കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഈ കിച്ചൺ ഗാർഡനൊക്കെ നടത്താൻ പറ്റും എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ബിസി ആവും, എൻഗേജ്ഡ് ആവും, മറ്റേ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വരാതെ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് നീങ്ങാനും, അതുപോലെ തന്നെ ഈ ബി മാജിക്കുമാതിരി ഉള്ള പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മെമ്പറായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ശൈലിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഫുള്ള് ഹാപ്പി മൂഡിൽ തന്നെ ഉണ്ടാകുക. നമ്മൾ എൻഗേജ്ഡ് ആവും, നമുക്ക് സമയം കുറവുള്ള മാതിരി അപ്പം ഉണ്ടാകുക. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. ഗ്രേറ്റ് മണിസർ. ഇപ്പൊ മണിസർ പറഞ്ഞ ഒരുപാട് പോയിന്റ്സ്, അതായത് നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുക, അതൊന്നും റിട്ടയർമെന്റ് ലൈഫല്ല, ഇപ്പൊ തന്നെ ഇപ്പൊ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ കൂടുതൽ ശ്രദ്ധ ഞാനിപ്പോ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പോഴാണ് നമ്മളത് ബിൽഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടിയത്. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം എന്ന് വിചാരിച്ച് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ടങ്ങ് പോവുക. അപ്പോഴും ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ബഷീർക്ക് വീട്ടിൽ തിരിച്ചെത്തിയ പുസ്തകം വായന, പുറത്തേക്ക് ഇറങ്ങിയ മറ്റു കാര്യങ്ങൾ, അപ്പൊ എപ്പോ നോക്കിയാലും ബിസിയാണ്. മതി, ബിസി ആയിരിക്കുക എന്നുള്ളതിനപ്പുറം നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ നിർത്താറ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ. ദെൻ ഇനി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നൈറ്റ് ക്ലാസ് ആയിരുന്നു മാഡം, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി, ലേറ്റ് ആയിപ്പോയി. ആദ്യം എഴുന്നേറ്റതാണ് 5 മണിക്ക്, പിന്നെ വീണ്ടും ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിയതാണ്, അത് ലേറ്റ് ആയിപ്പോയി. അതിൽ ക്ലാസ് മിസ്സായിപ്പോയി. എന്തായാലും നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. അതെ, കൃഷ്ണമൂർത്തി സാർ, ഇതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. അപ്പൊ സാറ് അതൊന്ന് കേട്ടിട്ട് സാറ് I will follow. Yeah. Thank you. ഓക്കെ, ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ പ്രവീണ മാം, എനിവേ താങ്ക് യു സോ മച്ച്. സെഷൻ ആയിരുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇന്ന് വൈൻഡ് അപ്പിലേക്ക് പോവാം നമുക്ക്. പ്രവീണ മാം, എനിവേ എന്നത്തെയും മണിസർ വന്ന പോലെ എന്നത്തെയും പോലെ ഒരുപാട് പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പിക്കുമാണ്. എനിവേ ഇതുപോലത്തെ ഒരുപാട് നല്ല ടോപ്പിക്സുമായിട്ട് മാം ഇനിയും വരുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. എനിവേ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ടീം മെമ്പേഴ്സ്, താങ്ക് യു സോ മച്ച് ടു ഓൾ. ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു. വെൽക്കം. Thank you, ma'am.